السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا بلغة عربي مبين بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدورة الثانية من دروس اللغة العربية لغير الناطقين بها. وأين وقفنا؟ صفحة رقم പേജ് നമ്പർ എത്രയായിരുന്നു നിർത്തിയത്? പേജ് നമ്പർ നിർത്തിയ പേജ് നമ്പർ ഓർമ്മയില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മിഡിൽ ക്ലാസ് ഓർ എബവ് അല്ലെങ്കിൽ അപ്പർ ക്ലാസിന്റെ ഒരു സംസ്കാരമായിട്ടാണ് എല്ലാ സ്ഥലത്തും പരിഗണിക്കപ്പെടുന്നത്. സ്റ്റേറ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിർത്തി ഓർമ്മയുണ്ടോ? ആരുണ്ട്? ആരും കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. എവിടെ നിർത്തി? റിയാലിന്റെ കാര്യം പറഞ്ഞാൽ നിർത്തിയത്. റിയാൽ ഓർക്കുന്നുണ്ടോ? ബിക്കം റിയാലൻ എന്നും പറയാം, ബിക്കം റിയാലിൻ എന്നും പറയാം. അത് നമ്മൾ അടുത്ത പ്രാവശ്യം പറയാമെന്ന് പറഞ്ഞായിരുന്നു. കാരണം എന്താ? ബി വന്നതുകൊണ്ട് ബിക്കം റിയാലൻ, കമ്മിന്റെ തമീസായിട്ട് കം റിയാലൻ എന്നും പറയാം. അതേപോലെ ബികം എന്നതുകൊണ്ട് റിയാലിൻ എന്നും പറയാം. കിലാഹുമ സഹീഹൻ, രണ്ടും ശരിയാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്ന അടുത്ത തംരീൻ എക്സസൈസ്? സന്നിൽ കലിമാത്തിൽ മത്ബൂഅത്തി അൽ കലിമാത്തിൽ മത്ബൂഅത ബിൽ അസ്റഖ്. എന്ത് ചെയ്യണം? സന്നി എന്ന് പറഞ്ഞാൽ മുസന്നി ആക്കണം, ദ്വിവചനമാക്കണം. സന്നി ദ്വിവചനമാക്കുക. അൽ കലിമാത്തിൽ മത്ബൂഅത ബിൽ അസ്റഖ്, കളറിൽ കൊടുത്തിരിക്കുന്നതെന്ന് അർത്ഥം. അസ്റഖ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഇവിടെ അഹ്മറിലാണ് കൊടുത്തിരിക്കുന്നത്. ചുമപ്പിൽ കൊടുത്തിരിക്കുന്നതിന് എന്ത് ചെയ്യണം? ഈ ബൈത്തിന സല്ലാജത്തുൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം? ദ്വിവചനമാകുമ്പോൾ എന്താവും? സല്ലാജ സല്ലാജാനി സല്ലാജത്തുൻ എന്ന് വന്നു, വല്ലാതെ ജാനി എന്നങ്ങനെ വന്നു. സല്ലാജത്താനി സല്ലാജത്താൻ. സല്ലാജത്തുൻ എന്ന് പറയുമ്പോൾ സല്ലാജത്താൻ. ആ എന്താണ്? രണ്ട്, ദഖല ബൈത്തി അൽ ബാരിഹത ലിസ്സുൻ. അപ്പോൾ അവിടെ ഫീ ബൈത്തിന സല്ലാജത്താനി എന്ന് പറഞ്ഞെടുത്ത് എന്താണ്? അവിടെ വേറെ അടയാളത്തിന്റെ മാറ്റങ്ങളൊന്നുമില്ല. അടിസ്ഥാനപരമായും ബമ്മ് ചെയ്യപ്പെട്ടതാണ്, അഥവാ റഫ് ചെയ്യപ്പെട്ടതാണെങ്കിൽ സല്ലാജത്താനി എന്നതാണ് റഫ് ചെയ്യപ്പെട്ടത്. വേറെ നിയമങ്ങളായിട്ടൊന്നും നോക്കണ്ട. അപ്പോൾ നിയമം മാറുന്ന സംഭവമൊന്നും, ബമ്മ് മാറുന്ന സംഭവമൊന്നും വന്നിട്ടില്ല. രണ്ട്, ദഖല ബൈത്തി അൽ ബാരിഹത ലിസ്സുൻ.
അപ്പൊ അവിടെ എന്താണ് ദഹലയുടെ കർത്താവാണ് ലിസുൻ. അപ്പോൾ ലിസുൻ എന്ത് ചെയ്യണം? ദ്വിവചനമാക്കണം. ദ്വിവചനമാക്കുമ്പോൾ എന്താവും? ലിസ്താനി എന്ന് വരും. ലിസാനി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടയാളം മാറ്റേണ്ട കാര്യമില്ല. ലമ്മ് ചെയ്യപ്പെട്ടത് തന്നെയാണ്, അഥവാ റഫ ചെയ്യപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. الثالث رأيت في مكتب البريد برقية لك. ഇപ്പൊ എന്താണ്? റഅയ്തു. ബർക്കിയത്തൈൻ. അപ്പൊ ബർക്കിയത്തൈൻ എന്നാണ്. കാരണം എന്താണ്? റഅയ്തുവിന്റെ മഫ്ഊലും ബിഹിയാണ് ബർക്കിയത്തൈൻ. അപ്പൊ ഇവിടെ എന്തായാലും നെസ്ബ് കൊടുത്തിട്ടുണ്ട്. നെസ്ബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഐനി ആക്കി മാറ്റണം. الرابع سأشتري مترا من هذا القماش. മിത്രാനിയാണോ? അയിനി മിത്രൈനി. എന്താണ് മിത്ര എന്ന് പറഞ്ഞാൽ? മിത്രൈനി എന്താണ്? പറഞ്ഞു തന്നിട്ടുണ്ട് ഉസ്താദ്. മീറ്റർ എന്താണ്? മീറ്റർ. മീറ്റർ. ശാസ്ത്രി മിത്രൻ മിൻ ഹാദിൽ ഖുമാഷി. ഞാൻ ഈ തുണിയിൽ നിന്നും 2 മീറ്റർ വാങ്ങാം. സോറി, മിത്ര എന്ന് പറയുമ്പോൾ 1 മീറ്റർ. നമ്മൾ മാറ്റേണ്ടത് മിത്രൈനി. അപ്പം അസ്തരിയുടെ മഫ്ഊലും ബിഹിയാണ് അത്. അത് മാത്രമല്ല അവിടെ അടയാളം കൊടുത്തിട്ടുണ്ട്, നെസ്ബ് കൊടുത്തിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യണം? ദ്വിവചനമാക്കിയാൽ മതി. അടുത്തുള്ള ഖാമിസ് ദബഹ അബി ദജാജതൻ. അതിനേക്കാൾ മുന്നൊന്നും കൂടെ ഇല്ല. ശരിയാണ്. ദജാജത്താനി ആണോ? അല്ല സോറി, അല്ലല്ല, ഐനിയാ വരിക. ഓക്കെ. അസാദിസ് അഷ്റബു കൂബൻ മിനൽ ലബനി കുല്ല യൗമിൻ. കൂബൻ മിനൽ ലബൻ. കൂബൈനി മിനൽ ലബൻ. എന്താ കുടിക്കുന്നത്? 2 കപ്പ് കുടിക്കും. മിനൽ ലബനി, പാലിൽ നിന്ന്. കുല്ല യൗമിൻ, എല്ലാ ദിവസവും 2 കപ്പ് കുടിക്കും. 1 കപ്പ് കുടിച്ചാൽ കറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യും. 2 കപ്പ് കുടിച്ചാൽ എല്ലാം പോകും. ഓക്കെ. ഇന്ത്യ റിയാലുൻ. റിയാലാനി. തുന്നില്ലല്ലോ ഇവിടെ. തുന്നില്ല. തുന്നില്ലാത്തതുകൊണ്ട് റിയാലത്തുൻ എന്നില്ലാത്തതുകൊണ്ട് റിയാലാനി. ഉരീദു റിയാലൻ. റിയാലൈനി. അവിടെ നെസ്ബാണ്. التاسع اشتريت هذا الزر بريال. ريالين. زر എന്താണ്? സിർ ഞാൻ കാണിച്ചു തന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ബട്ടൺ അല്ലേ? ബട്ടൺ. അത് തന്നെ, ബട്ടൺ. സർ ലസുൻ എന്തേനും? സോറി, ലിസുൻ. ലിസെന്താ? ആലിബാബയും 41 ലിസും. അതെ, ആലിബാബയും 41 കള്ളന്മാരും, അല്ല 40 കള്ളന്മാരും. ബാരിഹത്ത് എന്താണ്? തണുപ്പാണോ? പിന്നെന്തേനും? അത് ബാരിദാണ്. ഇവിടെ ബാരിദാണോ? ലിസ് വരുന്ന എപ്പോഴാ? ലിസ് വരുന്നല്ലേ? എത്രാമത്തിനാണ്? 2ാമത്തെയാണ്. ദഖല ബൈത്തി അൽ ബാരിഹത്ത ലിസ്. ലിസ് വരുന്ന എപ്പോഴാ? അതിൽ എനിക്കറിയില്ല. ലിസ് വരുന്നത് നാമമായിരിക്കും. ലാസ്റ്റ് നൈറ്റ് ആണ് അൽ ബാരിഹത്ത്. ലാസ്റ്റ് നൈറ്റ്. നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയാ? അല്ല, ഇംഗ്ലീഷ് ലാസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ പിന്നെ അല്ലല്ല, ലാസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ വേറൊരു വാക്കുണ്ട്. കഴിഞ്ഞ ദിവസം. അതെ, കഴിഞ്ഞ ദിവസം എന്നുള്ളതിന് മലയാളം കഴിഞ്ഞ ദിവസം എന്നുള്ളതിന് കഴിഞ്ഞ ദിവസമാണെങ്കിൽ യെസ്റ്റർഡേ. കഴിഞ്ഞ രാത്രി ആണെങ്കിൽ അങ്ങനെ വാക്കുണ്ട്. അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ ഉണ്ട്.
അങ്ങനെയുണ്ട്, ഞാൻ ഗൾഫിലായിരുന്നു, അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. നൈറ്റ് ആണ് അല്ലെ? അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, വെള്ളക്കാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വെള്ളക്കാരൻ കറക്റ്റ് ചെയ്തെന്നാണ്. യെസ്റ്റർഡേ നൈറ്റ് എന്ന് ഞാൻ എഴുതി. യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയാൻ പാടില്ല, യെസ്റ്റർ നൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാം. വെള്ളക്കാരൻ തൊട്ടടുത്ത് വന്നിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് വെള്ളക്കാരന് കൊടുക്കും. അപ്പൊ വെള്ളക്കാരൻ കറക്റ്റ് ചെയ്തു. വെള്ളക്കാരൻ ഇംഗ്ലീഷ് പഠിച്ച വെള്ളക്കാരൻ, പഠിക്കാത്ത വെള്ളക്കാരനുണ്ട്. പഠിച്ച വെള്ളക്കാരനെ കറക്റ്റ് എടുത്തിട്ടില്ല. അഷ്റബ് കൂബം മിനൽ ലബനി ഐന്തി റിയാൽ കഴിഞ്ഞു. ഉരീദു സിർ കഴിഞ്ഞല്ലേ? ഇഷ്ടമേത്തു സിറ ബിരിയാലിൻ. അപ്പൊ എന്ത് ചെയ്തു? റിയാലൈനി. ബിരിയാലൈനി. അൽ ആഷിർ ആരിഫു. എന്താണ്? ബട്ടൺ. ആയിരിഫു ലുവത്തൈനി. സിർ ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന്, ഞാൻ പോയിന്റ് ചെയ്ത് തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിൽ നിശ്ചയിക്കാൻ വേണ്ടിയാണ്. അല്ല എനിക്ക് പറഞ്ഞു തരുന്നതിന് തടസ്സമൊന്നുമില്ല. ലിസ് എന്ന് പറഞ്ഞാല് ഇനി ആരെങ്കിലും ലിസിന്റെ അർത്ഥം മറക്കുമോ? ഇല്ല. അതേപോലെ നമ്മുടെ മൈൻഡിൽ മാപ്പ് ചെയ്യണം. മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുന്ന കളർഫുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്യുക, മറ്റൊന്ന് നമ്മളെ മൈൻഡിൽ കീപ്പ് ചെയ്യുന്ന എല്ലാം JPG ഫോർമാറ്റിലാണ്. മറ്റേ എന്താ പറയാ, ടെക്സ്റ്റ് ഫോർമാറ്റിലല്ല, എല്ലാം സേവ് ചെയ്യുന്ന എല്ലാം JPG ഫോർമാറ്റിലാണ്, പിക്ചർ ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാ സംഗതിയും എന്ത് ചെയ്യണം? ദൃശ്യവൽക്കരിക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ നാള് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ 2 പ്രാവശ്യം കാണിക്കുന്നു ഞാൻ, 3ാമത്തെ പ്രാവശ്യം ഇനി ചോദിക്കരുത്. എന്താ സിറിന്റെ അർത്ഥം? ബട്ടൺ. ബട്ടൺ. ഓക്കെ. ആരിഫ് ലുഗത്തൈനി ഫീ ബലദിന ലുഗത്തുൻ വാഹിദത്തുൻ. ലുഗത്തൈനി എന്നെങ്ങനെ കിട്ടി? ആരിഫു ലുവത്തൈനി. അല്ല, ഫീ ബലദിന ഇവിടെ റഫ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ റഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ലുഗത്തുൻ വാഹിദത്തുൻ. ലുഗത്താനി 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 ഇസ്നത്താനി. ഇതിന് വാഹിദത്ത് പറ്റില്ല. ശരി. ഒന്നുകിൽ ലുഗത്താനി എന്ന് മാത്രം പറയണം, അല്ലെങ്കിൽ ലുഗത്താനി ഇസ്നത്താനി എന്ന് പറയണം. അസാനി അഷർ ഹാദിൽ ഖലമു. വേറെ എവിടെയെങ്കിലും അതുപോലെ മാറ്റം ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ദൂലറൈനി എന്താണ്? الثالث عشر كتبت رسالة إلى بلدي إلى أبي. كتبت رسالتين. 14 يكفيني الآن جنيه. ما معنى جنيه؟ ജുനൈഹ് അറിയില്ലേ? കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു? ഇല്ല. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു നമ്മള് ജുനൈഹ്. ഡോളർ. സോറി, അല്ലാത്ത പൗണ്ട്. ഇപ്പൊ ഇല്ലാത്ത ഇതായിരിക്കും. ഈജിപ്തിന്റെ കറൻസി എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നു അന്ന്? ഷെയ്ഖ് ബ്രിട്ടൻ ഓൾസോ. പൗണ്ട്. അതെ, ബ്രിട്ടീഷ് പൗണ്ട്. അതേപോലെ ഈജിപ്തിലും പൗണ്ടാണ്. ബ്രിട്ടനിലെ സ്റ്റെർലിംഗ് പൗണ്ടാണ്. ഈജിപ്തില് ജുനൈഹ് എന്നാ പറയുന്നത്. അതിന്റെ ചില്ലറയാണ് ഖിർഷ്. السابع اجعل كل من الكلمات الآتية في جملة. use in a sentence. اجعل എന്ന് പറഞ്ഞാൽ ആക്കുക എന്നാണ് കേട്ടോ. കിതാബാനി ഉപയോഗിച്ചിട്ടൊരു സെന്റൻസ് പറയും. കിതാബാനി. യുരീദു
കിതാബൈനി എന്നാ വരിക. ഇവിടെ കിതാബാനി റഫ് ചെയ്യപ്പെട്ടത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നസ്ബ് ചെയ്യപ്പെട്ട അടുത്ത് വേറെ വാക്കുണ്ട്. റഫ് ചെയ്യപ്പെട്ട കിതാബാനി ഉപയോഗിച്ചൊരു വാക്ക് പറയും. ഇന്ദി കിതാബാനി. എന്തി കിതാബാനി. അടുത്ത കിതാബൈനി. ഉരീദു കിതാബൈനി. ഉരീദു കിതാബൈനി, ഇഷ്തറൈതു കിതാബൈനി ഒക്കെ പറയാം. താലിബൈനി. റഅയ്തു ത്വാലിബൈനി. റഅയ്തു ത്വാലിബൈനി. താലിബാനി. യദ്ഹബു ത്വാലിബാനി. യദ്ഹബാനി ത്വാലിബാനി. അല്ല, അല്ലെങ്കിൽ ദഹബ ത്വാലിബാനി. ദഹബ് എന്താണ്? പിന്നെ മുൻഗണന എന്ത് ചെയ്യണ്ട, അതിന്റെ ഇത് മാറ്റണ്ട. അപ്പൊ ദഹബ ത്വാലിബാനി. ദഹബ ത്വാലിബാനി. അസാമിൻ തഅമ്മൽ അംസിലത്തിലാത്തിയ അഹദുഹുമാ വൽ-ആഖർ. അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അഹദുഹുമാ വൽ-ആഖർ എന്ന് പറഞ്ഞത് ഇവിടെയുള്ള ഒരു സ്വഭാവത്തിലുള്ള ഒരു പ്രയോഗമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോ ലി അഖവാനി, ശ്രദ്ധിക്കുക, ലി അഖവാനി അഹദുഹുമാ തബീബൻ വൽ-ആഖർ മുഹദ്ദിസ്. എന്താർത്ഥം? ഒരാള് എനിക്ക് സഹോദരന്മാരുണ്ട്. ഒരാള് ഡോക്ടറും ഒരാള് എഞ്ചിനീയറുമാണ്. ഒരാള് ഡോക്ടറും ഒരാൾ എഞ്ചിനീയറുമാണ്. നമുക്കിത് രണ്ടും അറബിയാണെന്ന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ, ഡോക്ടർ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് നമ്മുടെ ഭാഷയിൽ, എഞ്ചിനീയർ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. നമ്മൾ ഇത് രണ്ടും തബീബും മുഹദ്ദിസുമായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. എന്റെ ഒരു സഹോദരൻ തബീബാണ്, ഒരു സഹോദരൻ മുഹദ്ദിസാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മള് ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയല്ലല്ലോ. അപ്പോ അറബിയിലും പറയാം. ഇനിയിപ്പോ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കേണ്ടത്. നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന വാക്കുകളൊക്കെ അറബി പറയാം. നമ്മൾ സംസാരിക്കുന്ന എല്ലാം മംഗ്ലീഷിലാണെങ്കിൽ അതിനെല്ലാം അറബിയിൽ നടക്കാം. അതെ, ആവശ്യം വരുന്നില്ലല്ലോ, അതാണ് നമുക്കൊരു ആവശ്യം വരുന്നില്ല. ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോ പല സ്ഥലത്തും ചെന്നപ്പോഴത്തേക്ക് മുസ്ലിങ്ങളല്ലാത്തവർ പോലും എന്ത് ചെയ്യുന്ന അറബി വാക്കുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അറബി വാക്കുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഗൾഫിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഗൾഫിൽ പോയിട്ടില്ല. ഗൾഫിൽ പോയിട്ട് വന്നവർ സംസാരിച്ച് സംസാരത്തിലേക്ക് ഈ അറബി കടന്നു കൊടുക്കുന്നുണ്ട്. ഐവൊക്കെ ഇപ്പം സർവ്വവ്യാപകമായിട്ട് ഉപയോഗിക്കാം. ഐവ നമ്മുടെ ഈ ക്ലാസ്സിലും നമ്മൾക്ക് കഴിവിന്റെ പരമാവധി അറബി വാക്കുകൾ ഉപയോഗിച്ചാൽ അറബി ക്ലാസ്സിൽ ഉപയോഗിക്കാം. നമ്മൾ സംസാരം തന്നെ അറബി, മൊത്തം സംസാരം അറബി ആക്കാൻ. ചിലർക്ക് അസഹ്യത ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവർക്ക് പിക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അറ്റ്ലീസ്റ്റ് വേർഡ്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ റീകോൾ ചെയ്തിരിക്കുമല്ലോ. അസഹ്യത അല്ല, അറിയാതെ വരും ചിലപ്പോ, നമുക്ക് അത് മനസ്സിലാവാതെ. അറിയാതെ പിക്കപ്പ്, അസഹ്യതയല്ല, പിക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അതെ, ശരി. അല്ല, സോറി, അതെവിടെ ഉണ്ട്. അസാനി ഇവിടെ എന്താ പറഞ്ഞത്? തഅമ്മൽ അംസിലത്താണ്. അപ്പോ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാം. ഒന്നിലധികം ഉദാഹരണങ്ങളുണ്ട്. ഇനി ഹാദിഹിൽ ഹാഫിലത്തി ബാബാനി അഹദുഹുമാ ലിദ്ദുഖൂലി വൽ ആഖറു ലിൽഖുറൂജ്. ഒരാള് പോകുന്നു, ഒരാൾ വരുന്നു. ഒരാൾ പോകുന്നു, ഒരാൾ വരുന്നു. എവിടെയാണ് നിങ്ങളുള്ളത്? സോറി വിൻഡോ. 2 ഡോർ ഉണ്ട്, അതിലൊന്ന് എക്സിറ്റിനോ, എൻട്രിക്കും ഒന്ന് എക്സിറ്റിനും ഉള്ളതാണ്. ബസ്സിന്റെ ആണ് പറഞ്ഞത് അല്ലേ? ആദിഹിൽ ഹാഫിലത്തി ബാബാനി. ഈ ബസ്സിന് 2 ഡോർ ഉണ്ട്. 2 ബാബുണ്ട്. ഒന്ന് ദുഖൂലിനും ഒന്ന് ഖുറൂജിനും. മറ്റേത് എക്സിറ്റും ഖുറൂജും. എക്സിറ്റും എൻട്രിയും എക്സിറ്റും നമ്മൾ ഇംഗ്ലീഷിലല്ലേ പറയുന്നത്. അതെ, ഇത് കാണുന്നതാണ് നമ്മൾ ചിലപ്പോൾ പലയിടത്തും. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ 10ാം ക്ലാസ് പഠിക്കാത്തവരും അല്ലെങ്കിൽ സ്കൂളിൽ പൊതുവിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാത്തവർ പോലും ഒരുപാട് വാക്കുകൾ, ഇംഗ്ലീഷിലുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സേവ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, ഇതൊക്കെ അവിടെ നിന്ന് സേവ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, ഡയൽ ചെയ്യണം. പിന്നെ വേറെ ഒരുപാട് വാക്കുകൾ. ഇപ്പൊ മൊബൈൽ വന്നതോടുകൂടി ഒരുപാട് വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ അറബി പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ വാക്കെല്ലാം അറബി ആയിരിക്കണം. ഓക്കെ. عندي قلمان احدهما ازرق والاخر احمر.
ഒരെണ്ണം നീലയാണ്, ഒരെണ്ണം റെഡാണ്. ഒന്ന് അല്ലല്ല, ഒന്ന് അഹ്മറാണ്. മറ്റേത് കേട്ടോ, ഒരെണ്ണം നീലയും ഒരെണ്ണം ചുവപ്പൊന്നല്ല. രണ്ടിൽ ഒന്ന് ഹുമ എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഒന്ന് അസ്റഖും മറ്റേത് അഹ്മറുമാണ്. അറാബിയ എന്തി മുഅ്ജമാനി. മുഅ്ജം എന്താ? ഡിക്ഷണറി. എൻ്റെ രണ്ട് മുഅ്ജമാനി. അഹദുഹുമാ ഇംഗ്ലീഷിയും വൽ ആഖറു ഫിറൻസിയും. ഒന്ന് ഇംഗ്ലീഷും മറ്റേത് ഫ്രഞ്ചും. الخامس لنا بيتان أحدهما في المدينة والآخر في القرية. ഞങ്ങൾക്ക് രണ്ട് വീടുണ്ട്, ഒന്ന് മദീനയിലും മറ്റൊന്ന് മക്കയിലുമാണ്. അറിയത്തില്ലേ? മറ്റേത് കറിയത്ത് പട്ടണത്തിലല്ലേ? അപ്പൊ മദീന എന്ന് പറയുന്നത് മദീനയും ഒന്ന് പട്ടണമാണല്ലോ. സിറ്റിയിലാണ്, മറ്റൊന്ന് ഗ്രാമത്തിലാണ്. അപ്പൊ മദീന സിറ്റി അല്ലേ? മദീന സിറ്റി, കറിയത്ത് ഗ്രാമം. ഇത് ഗ്രാമം. കറിയത്ത് പട്ടണം എന്ന് പറയുമ്പോൾ സിറ്റിയുടെ താഴെ ഉള്ളതാണ്. ഓ അങ്ങനെയാ. അതുകൊണ്ടാണ് ഗ്രാമം എന്ന് പറയുന്നത്. മദീനയും കറിയത്തും ഒരേപോലെ അല്ല, ഒരേ സ്റ്റാറ്റസ് അല്ല. ട്രിവാൻഡ്രം സിറ്റിയാണ്, വർക്കല ടൗൺ എന്നും പറയുന്നത് അല്ലേ? ഗൾഫിലുള്ള ആളുകള് കറിയത്തുൽ ആലം കേട്ടിട്ടുണ്ടാവും. കറിയത്തുൽ ആലം ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജ് അത് തന്നെ. ഇവിടെ മെയിൻ ഒരു ഗ്ലോബൽ വില്ലേജ് ആയില്ല. ഓർമ്മിക്കാൻ നല്ലതായി പോയി. കറിയത്തുൽ ആലം. ആലംന്നോ ആലംന്നോ? റബ്ബുൽ ആലമീൻ. നമ്മൾ ഒരു ടച്ച് ഇല്ലാത്തവരെയാണ് ഒരു വാക്ക് കേൾക്കുമ്പോൾ. ഗ്ലോബൽ ആണല്ലോ അപ്പൊ ആലം. മറക്കാതിരിക്കാൻ നല്ലതാണ്. اشتريت قميصين احدهما لي والاخر لاخي الصغير. രണ്ട് കമീസ് വാങ്ങി, അതിൽ ഒരെണ്ണം എനിക്കും മറ്റേത് എന്റെ ചെറിയ സഹോദരനും. ചെറിയ സഹോദരൻ എന്ത് പറയും? വേറൊരു വാക്ക്, അനുജൻ. മലയാളത്തിൽ അനുജൻ. അപ്പൊ എല്ലാ വാക്കും നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കി. അനുജൻ എന്ന് പറഞ്ഞാൽ അഹിസഹീറല്ലേ? അല്ല, അപ്പൊ അത് അറബിൽ അങ്ങനെ തന്നെ പറയാ? വേറെ വാക്കുണ്ടോ? അറബിൽ വേറെ വാക്കില്ല, അഹിസഹീർ അത്രേ പറ്റുള്ളൂ അല്ലെ? പറയേണ്ടി വരുമ്പോഴാണ്. മലയാളത്തിലെ അനുജൻ എന്ന് പറയുന്നത് അനുജനും ജ്യേഷ്ഠനും വേറെ വേറെ വാക്കുണ്ട്. അപ്പൊ ഇത് വായിച്ച് ശീലിക്കാണ് പറഞ്ഞു കേട്ടോ. നമുക്ക് അതിൽ വേറെ സംഭവം ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അത് വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് സംഗതി പിടിയിട്ട് നമുക്ക് ഇതുപോലുള്ള വാക്കുകൾ നമുക്ക് പ്രയോഗിക്കാം. അത്താസെ താമൽ അംസരത്തിലാക്കിയലി ഇഹ്ദാഹുമാ വൽ-ഉഖ്റ. അപ്പൊ ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞതെല്ലാം എന്താണ്? അഹദുഹുമാ എന്നാണ്. കലമാനി എന്ന് പറയുന്നത് എന്താണ്? മുദക്കറാണ്. അഹദുഹുമാ വൽ ആഖറു എന്ന്. ഇനി പറയുന്നത് ഇഹ്ദാഹുമാ വൽ ഉഖ്റ അന്നസായിരിക്കും. ലി ഉഖ്താനി ഇഹ്ദാഹുമാ രണ്ടുപേരിൽ ഒരുത്തി. മുദരിസത്താണ്. വൽ ഉഖ്റ മുമരിദത്ത്, മറ്റേയാള് മുമരിദത്താണ്. മുമരിദത്ത് എന്താ? മുമരിദത്ത് എന്താ? മുമരിദത്ത് നഴ്സ്. രോഗിയെ പരിചരിക്കുന്നയാള്. മറന്ന് രോഗം. മുമരിദത്ത് രോഗിയെ പരിചരിക്കുന്നയാള്. മുമരിദത്തുൻ പുല്ലിംഗം, മുമരിദത്തുൻ സ്ത്രീലിംഗം. الثاني عندي سيارتان إحداهما حمراء والأخرى بيضاء. നേരത്തെ അഹ്മറും അബിയലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ എന്തായി? നേരത്തെ അഹ്മർ അസ്റഖാണ് പറഞ്ഞത്. ഇവിടെ അഹ്മറിന്റെ സ്ത്രീലിംഗം. ഇഹ്ദാഹുമ അവർ രണ്ടുപേരിൽ ഒന്ന് അല്ല, ആ രണ്ട് കാറുകളിൽ ഒന്ന് ഹംറ ആണ്. ഹംറ എന്താണ്? അഹ്മറിന്റെ സ്ത്രീലിംഗമാണ് ഹംറ. വൽ ഉഖ്റ ബൈദാഉ.
മറ്റേത് ബൈബ. ബൈബ ഖുർആനിൽ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ബൈത്തുൽ അബിയദി ബൈത്തുൽ അബീദ് അവിടെയാണ്, US-ല്. ബൈത്തുൽ അബീദ് US-ലല്ലേ? ബൈബ ബൈബ എവിടെ വായിച്ചത് ഖുർആനില്? വായിച്ചിട്ടുണ്ടോ? ഞാൻ ഓർമ്മയില്ല. പ്രഭാതോദയം മുതൽ പ്രദോഷം. ബൈദാഉ ലിന്നാദിരീൻ, ബൈദാഉ ലിന്നാദിരീൻ. ആയത്ത് വരുന്നില്ല. അത് ഖസസിലായിരിക്കും അല്ലെങ്കിൽ താഹയിലായിരിക്കും. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കൈ നെഞ്ചത്ത് വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ ബൈദാ ഏത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് ബൈദാ. والأخرى بيضاء. الثالث في قريتنا مدرستان. നമ്മുടെ ടൗണില് എന്തുണ്ട്? മദ്രസത്താനി. യഹ്ദാഹുമ, രണ്ട് സ്കൂളുണ്ട്. മദ്രസ പറയുമ്പോൾ എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്കൂളെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നു. നമ്മൾ മദ്രസ എന്ന് പറയുന്നത് മതപഠനശാലയ്ക്കാണ് നമ്മൾ. ജനറൽ മീനിങ് മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്നാണ്. ഇഹ്ദാഹുമ മുതവസ്സിതത്തുൻ വൽ ഉഖ്റ സാനവിയ്യത്തുൻ. ഒന്ന് പ്രൈമറി, മറ്റേ സെക്കൻഡറി ആണ്. മുതവസ്സിതത്ത് എന്ന് പറഞ്ഞാൽ പ്രൈമറി എന്നാ? സെക്കൻഡറി. മുതവസ്സിതത്തുൻ ഫവസത്ന ബിഹി വജഅൽനാ ജഅൽനാകും ഉമ്മത്തൻ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ. മിഡിൽ സ്കൂൾ. മിഡിൽ സ്കൂൾ. മറ്റേ സെക്കൻഡറി സ്കൂൾ. മിഡിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു മിഡിൽ സ്കൂളിന്റെ സിസ്റ്റം. പ്രൈമറി, പിന്നെ പ്രൈമറി, മിഡിൽ, പിന്നെ ഹയർ സെക്കൻഡറി ആയിരുന്നു. പിന്നീടാണ് പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂള്, അങ്ങനെ ലെവലിലുണ്ട്. كتبت اليوم رسالتين إحداهما لأبي والأخرى لصديقي. ഇന്ന് ഞാൻ 2 കത്തെഴുതി. ഒന്ന് എന്റെ ഉപ്പക്കും മറ്റേത് എന്റെ സുഹൃത്തിനും. ഫ്രണ്ടിന്, എന്റെ സദീഖിന്. الخامس جاءت مدرستان جديدتان إحداهما للسيرة والأخرى للتفسير. രണ്ട് പുതിയ മുദരിസ് ടീച്ചേഴ്സ് വന്നു. ഒരാള് ഇത് സീറത്തുൻ നബവിയ്യ എന്ന് പറഞ്ഞു പഠിക്കുന്നുണ്ട്. സീറത്തുൻ നബവിയ്യ, സീറ എന്ന് പറയുന്നത് ഇസ്ലാമിക ടെർമിനോളജിയിൽ സീറ എന്ന് പറയുന്നത് നബി ചരിത്രം, നബിയുടെ ചരിത്രം അല്ലെ? യഥാർത്ഥത്തിൽ സീറത്തുൻ നബവിയ്യ എന്നാണ്. സീറത്തുൻ നബവിയ്യ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. സീറത്ത് എന്ന് പറഞ്ഞാൽ ചരിത്രം മാത്രമേ അർത്ഥമുള്ളൂ, വ്യക്തിയുടെ ചരിത്രം. അതാണ് സീറത്ത് എന്ന് പറയും. പക്ഷെ ഇസ്ലാമിക ടെർമിനോളജിയിൽ സീറത്ത് എന്ന് പറഞ്ഞാൽ നബി ചരിത്രമാണ്. തഫ്സീർ, തഫ്സീർ എന്ന് പറഞ്ഞാൽ ശരിക്കും വ്യാഖ്യാനം എന്നേ അർത്ഥമുള്ളൂ, സ്വീകരണം എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ തഫ്സീർ എന്ന് പറയുന്നത് ഇസ്ലാമിക ടെർമിനോളജി പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാനം. ഖുർആൻ വ്യാഖ്യാനം. ഹദീസിന്റെ വ്യാഖ്യാനത്തിന് എന്ത് പറയും? ഷറഹ്. ആലം നശ്റഹ് ലക, നമുക്ക് വിശാലമാക്കി തന്നില്ലയോ? അപ്പൊ ഹദീസിന്റെ ഷറഹാണ്, ഷറഹുൽ ഹദീസ് എന്നാണ് പറയുക. അപ്പൊ അൽ മുദക്കറു അഹദൻ വൽ മുഅന്നസു യഹ്ദാ. ഓക്കെ, അഹദ് എന്ന് പറയുന്നത് മുദക്കറാണ്, അതിന് പകരം മുഅന്നസ് യഹ്ദയാണ്. അതേപോലെ ആഖറിന്റെ സ്ത്രീലിംഗം ഊഖറയാണ്. تأمل الأمثلة التي هذا القلم ذو اللونين مفيد جدا. അപ്പോ ഹാദൽ ഖലം, ഈ രണ്ട് കളർ പെൻ. ദുൽ ലൗനൈനി, ഹാദൽ ഖലം മുഫീദുൻ ജിദ്ദൻ. മുഫീദ് യൂസ്ഫുൾ. ഫായിദ ഇല്ലെന്ന് പറയില്ലേ, മാഫി ഫായിദ എന്ന് പറയും. മാഫി ഫായിദ എന്ന് പറഞ്ഞാൽ ഫായിദ ഇല്ല, അതാണ് മുഫീദ്, പ്രയോജനമുള്ളത്. അഫാദ പ്രയോജനം നൽകി, മുഫീദു പ്രയോജനം നൽകുന്നു, മുഫീദും പ്രയോജനം നൽകുന്നതാണ്. മുഫീദും ജിദ്ദൻ.
മാഫി ഹാദൽ ഫായിദൊക്കെ ഖലമു ഉപയോഗമില്ല. മാഫി ഫായിദ എന്ന് പറഞ്ഞാൽ യൂസ് നോട്ട് യൂസ്ഫുൾ എന്നാണോ? നോട്ട് യൂസ്ഫുൾ. ഗൈറു മുഫീദ് എന്ന് വെച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? അതായത് മുഫീദ് എന്നും പറയാം. ഈ മാഫി ഫായിദ എന്നൊക്കെ പറഞ്ഞ് സ്പോക്കണിൽ ഉപയോഗിക്കുന്ന ധാരാളമായിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചു. അതായത് റിട്ടൺ ലാംഗ്വേജിൽ നമുക്ക് അതിനെ അതിൻ്റെതായ രീതിയിൽ ഗ്രമറ്റിക്കലായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഇവിടെ ദുല്ലവനേനി മുഫീദിൻ ജിദ്ദൻ എന്ന് പറയുന്നത് ഗൈറു മുഫീദിൻ. ഗൈറു വരുമ്പം കസ്രിയാണ്. ഗൈറു മുഫീദ്. ഫദുല്ലൗനൈനി ഹാദൽ ഖലമു ദുല്ലൗനൈനി. രണ്ടു നിറമുള്ളതായ ഈ പേന വളരെ യൂസ്ഫുൾ ആണ്. الثاني أي قميص غسلت يا أمي؟ غسلت القميص ذا الجيبين. فهذا القميص എന്ന് പറയുമ്പോൾ ഹാദ എന്താണ് യഥാർത്ഥത്തിൽ? ഹാദൽ ഖമീസ് എന്ന് പറയുമ്പോൾ ഹാദൽ ഖമീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അത്? ഹാദൽ ഖലമു എന്ന് പറഞ്ഞിട്ട് എന്താണ്? അൽ ഖലമു റഫ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ആ കലമിന്റെ വിശേഷണമാണ് ദു. കലമും റഫ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ദു എന്തായിരിക്കണം? അല്ലെങ്കിൽ ദു ആണ് പറയേണ്ടത്, കാരണം അത് റഫ് ചെയ്യപ്പെട്ടതാണ്. ഗസൽത്തുൽ ഖമീസ എന്ന് പറഞ്ഞപ്പോ എന്താണ്? അത് നെസ്ബ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഖമീസ് അപ്പൊ എന്ത് ചെയ്യണം? ആണ് ഉപയോഗിക്കുന്നത്. അവിടെ നെസ്ബ് ചെയ്യപ്പെട്ടത് ഖമീസ നെസ്ബ് ചെയ്യപ്പെട്ടത് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. മറ്റു കാര്യമുണ്ടോ? ഏത് ഖമീസ്? അയ്യനാണോ നിങ്ങൾ നസ്ബിയുടെ കാര്യം പറയുന്നത്? ഗസൽത്തുൽ ഖമീസിനാണോ നസ്ബ് ചെയ്യുന്നത്? ഗസൽത്തു ഖമീസ. അപ്പൊ ഖമീസ ഖമീസു എന്നൊന്നും വരാതെ ഖമീസ എന്ന് വരാൻ കാരണം അത് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണോ? ഒറ്റയ്ക്കായതുകൊണ്ടാണോ? എന്തുകൊണ്ടാ? അതിനല്ലേ നമ്മള് കഴുകുന്നത്? കർമ്മം അതല്ലേ? അത് ഒബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഇടയ്ക്ക് കുറച്ചാൾ ഇല്ലാതുണ്ട്, ബ്രേക്ക് ആയിപ്പോയി. അതാണ് ഞാൻ ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചാണ് സാറേ. ഒറ്റയ്ക്ക് ആയതുകൊണ്ടല്ല. അല്ല, ഒറ്റയ്ക്കല്ല, ഒബ്ജക്റ്റ് ആണോ? ഒബ്ജക്റ്റ്. സോറി ഞാൻ മലയാളത്തിലാണ്. ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അത്. ഞാൻ ഇംഗ്ലീഷാണ് പറഞ്ഞത്, ഇടയ്ക്ക് ലാംഗ്വേജ് വളരെ ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അത് ഖമീസ. സോറി കേട്ടാ, നിങ്ങൾ കണക്റ്റഡ് ആണ്. കുഴപ്പമില്ല സാർ, സംശയം പറഞ്ഞ ചോദിച്ചതാണ്. ഞാൻ ഈ പെട്ടെന്ന് മലയാളമായിട്ട് കേട്ടോ, ഒറ്റയാണെന്നാണ് കേട്ടത്. ശരി, ഒബ്ജക്റ്റ് ആണ് ഗസൽത്തുൽ ഖമീസ. അപ്പൊ എന്ത് ചെയ്തു? ഖമീസ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നെസ്ബ് ചെയ്തു. അപ്പോൾ ആണ് ഉപയോഗിക്കേണ്ടത്. ദു എന്ന് പറഞ്ഞാൽ റഫ് ചെയ്യപ്പെട്ടതാണ്. അതിന് റഫ് ചെയ്യപ്പെട്ടാൽ ആയിരിക്കുന്നില്ല. സോറി, നെസ്ബ് ചെയ്യപ്പെട്ടാൽ ആയിരിക്കുന്നില്ല. പിന്നെ വന്നപ്പോഴത്തേക്ക് എന്തായി? ക്ക് ശേഷം ഉള്ളത് ജെറിയാണ്. അപ്പോ ജൈബൈനി ഐനി വരാൻ കാരണം ജെർ ചെയ്യപ്പെട്ടതല്ല. അവിടെ നെസ്ബല്ല, ജെറാണ്. അതേപോലെ ഇവിടെ ദുല്ലൗനൈനി എന്നുണ്ട്. ലൗനൈനി വന്നത് കസ്ർ ചെയ്യപ്പെട്ടതുണ്ട്. ദുൽ അർശിൽ മജീദ്. ലഹബിൻ. ഗാത്തൊക്കെ ഒന്നാണെന്ന് അറിയാമല്ലോ. ഗാത്ത് എന്റെ സഹോദരിയാണ് ഗാത്ത്. സഹോദരൻ എന്ന് പറഞ്ഞായിരുന്നു. 3 സഹോദരന്മാരും 1 സഹോദരിയാണ്. ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഗോൾഡില് അതെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്നത്. അതെ. ഗസൽത്തുൽ ഖമീസ ദൽ ജൈബൈൻ. الثالث المدير في تلك الغرفة. ഉസ്താദ് സി എപ്പോഴാ വരുന്നത്? സി എപ്പോഴാ വരിക? സി എപ്പോഴാ വരിക? സിയോ സി എന്തായാലും ഇവിടെ പറയണം, നമുക്ക് നോക്കാം. സി വരുമ്പോഴത്തേക്ക് എന്താണ്? ജെർ ചെയ്യപ്പെട്ട സി വരും. ഫിർഔന ദിൽ ഔതാദ്. ഫിർഔന ദിൽ ഔതാദ്. ഫിർഔനിന് കസ്റാണ് യഥാർത്ഥത്തിൽ. കാരണം എന്തുകൊണ്ടാ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദിൻ. ആദിനെ കൊണ്ട് എന്ത് ചെയ്തു എന്നുണ്ട്. പിന്നെ ഇറമ ദാത്തിൽ ഇമാദി വഫിർഔന ദിൽ ഔതാദി. അവിടെ എല്ലാം അലം തറ കൈഫ
കാല റബ്ബുക ബി എന്ന് തുടങ്ങിയതാണ്. അപ്പൊ ബി ഫിരാവുനാണ്. ബി ഫിരാവിന് കസർ സ്വീകരിക്കാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ കസർ ഉണ്ട് അവിടെ. കസർ സ്വീകരിക്കാത്തതുകൊണ്ട് കാണുന്നില്ലെങ്കിൽ ഫിരാവിനെ ദിൽ ഔത്താദ്. ഇത് മനസ്സിലായാലേ നമുക്ക് ഫിരാവിനെ ദില്ലാണെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാം ഹിബറായി കഴിയുമ്പോഴത്തേക്ക് ഈ അടയാളങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ തെറ്റ് മനസ്സിലാക്കാൻ പറ്റും. സൂറത്തുൽ ഫജ്ർ മാത്രം, ഫജ്റും അതേപോലെ ആയിലയും കാഴ്ചയൊക്കെ മാത്രം പഠിച്ചവർക്കാണെങ്കിൽ തെറ്റില്ല. കാരണം അത് എങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ഓതി വരുമ്പോൾ തീയാണോ ധൂവാണെന്ന് കൺഫ്യൂഷൻ. അപ്പൊ നമ്മള് ഇത് അവിടെ നിന്നോട്ട് അതിന്റെ എന്താ പറയുക തുടർച്ച നോക്കുമ്പോഴേ അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ ദാ കഴിഞ്ഞു. പിന്നീട് അൽ മുദീറു ഫി തിൽക്കൽ ഖുർഫത്തി ദാത്തിൻ നാഫിദത്തൈൻ. അപ്പൊ ദാത്ത് വന്നു. ഖുർഫത്ത് സ്റ്റേലിംഗ് ആയതുകൊണ്ട് ദാത്തിൻ നാഫിദത്തൈൻ എന്തുള്ളത്? രണ്ട് തുറന്നു വെച്ച ജനലുകളുള്ളതായിട്ടുള്ള നാഫിദത്തൈനിൽ മഫ്തൂഹത്തൈൻ, രണ്ട് രണ്ട് ഓപ്പൺ വിൻഡോസ് കേട്ടോ. ഓപ്പൺ വിൻഡോസ് ആണ്. രണ്ട് ഓപ്പൺ വിൻഡോസ് ഉള്ള ആ മുറിയിലാണ് മുദീർ ഉള്ളത്. അറാബിയ ലിമൻ ഹാദിഹി സയ്യാറത്തു ദാത്തുൽ ബാബൈനി. അപ്പൊ നേരത്തെ പറഞ്ഞിടത്ത് എന്താണ്? അൽ മുദീറു ഫീ തിൽക്കൽ ഖുർഫത്തി എന്ന് ആണ് വന്നിരിക്കുന്നത്. ഖുർഫത്തിന് തിൽക്ക ഫീ തിൽക്ക ഫീ വന്നതുകൊണ്ട് ഫീ വന്നതുകൊണ്ട് തിൽക്കൽ ഖുർഫത്തിക്ക് കസർ വന്നു. ആ ഖുർഫത്തിന് കസർ വന്നത് കൊണ്ട് ജാതി എന്നാണ് പറയാ. അതെ അതെ, ജാതി എന്നാണ് പറയാ. അവിടെ നമ്മൾ സുഹൃത്ത് ലഹബ് വിളിച്ചപ്പോ നാറൻ ജാത്ത ലഹബിൻ, നാറൻ ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ജാത്ത ലഹബിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജാത്ത എന്ന വാക്ക് എന്താണ്? ജാതി ദൂ പോലെ അല്ല. അവിടെ അടയാളം പ്രകടമാകും. ജാത്തി എന്ന് കസറും വരും, ജാത്തു എന്ന് ലമ്മും വരും, റഫും വരും, അതേപോലെ ജാത്ത എന്ന് നസ്ബും വരും. അതേസമയം ജാതി ദൂ ആണെങ്കിൽ റഫിന് ദൂ എന്നായിരിക്കും, നസ്ബിന് ജാ എന്നായിരിക്കും, ജറിന് ജി എന്നായിരിക്കും വരിക. ഇത് ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ടല്ലേ അങ്ങനെ വരുന്നത്? മനസ്സിലാവണത്. ജാത്ത് വരുന്നത് സഹോദരിയാണെന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് മാത്രം. അതാണ് താ വരുന്നത്. അതുകൊണ്ടാണ് താ വരുന്നത്. അതേസമയം അതിന്റെ മുകളിലെ അടയാളം പ്രകടമായി തന്നെ വരും. തിൽക്കൽ ഖുർഫത്തി ജാത്തിൻ നാഫിദത്തൈൻ. അപ്പൊ ജാത്തിന് കസർ വന്നു, ഖുർഫത്തിന് കസർ വന്നുകൊണ്ട് ഖുർഫത്തിന്റെ വിശേഷണമാണ് ജാത്ത്. ജാതി ഇത് ജാത്തെല്ലാം എന്തായിരിക്കും? തൊട്ട് മുമ്പുള്ളതിന്റെ വിശേഷണമായിരിക്കും. മഫ്തൂഹത്തൈനി വരാൻ കാര്യം മഫ്തൂഹത്തൈനി വന്നത് ജാതിക്ക് കെസറായത് കൊണ്ട്, അല്ല സോറി, ജാതി എന്ന വാക്കിന് ശേഷമുള്ളത് കെസർ ചെയ്യപ്പെട്ട് വരേണ്ടത് കൊണ്ട് നാഫിദത്തൈനിക്ക് എന്തായി? കെസർ ചെയ്യപ്പെട്ട് ജെറിയിട്ടാണ് ജായിനി വന്നത്. അതിന്റെ വിശേഷമായതുകൊണ്ടാണ് മഫ്തൂഹത്തൈനി എന്നുള്ളത്. അപ്പൊ രണ്ടും കെസർ ചെയ്യപ്പെട്ടതാണ്, ജെറി ചെയ്യപ്പെട്ടതാണ്. അറാബിയ ലിമൻ ഹാദിഹി സയ്യാറത്തു ദാത്തുൽ ബാബൈൻ. ഹാദിഹി സയ്യാറത്തു ദാത്ത്, അപ്പൊ സയ്യാറത്ത് ലം ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ദാത്തുൽ ബാബൈനി, രണ്ട് ഡോറുള്ള ഈ കാർ ആർക്കുള്ളതാണ്? അല്ല, രണ്ട് ഡോറേ ഉള്ളൂ, 4 ഡോറില്ല. അൽഹാമിസ് ജാലിക്കൽ മസ്ജിദു ദുൽ മനാറത്തൈൻ ജമീലുൻ ജിദ്ദൻ. ജാലിക്കൽ മസ്ജിദു ദുൽ മനാറത്തൈൻ, രണ്ട് മിനാരമുള്ള ആ മസ്ജിദ്. അപ്പൊ ഇവിടെ സൂ വന്നത് പിന്നെ മസ്ജിദ് റഫ് ചെയ്യപ്പെട്ടതുകൊണ്ട് സൂ എന്നും സൂ വന്നു. പക്ഷെ ഈ മനാറത്തൈനി എന്നുള്ളതിലല്ല വരുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ മനാറത്തൈനിക്ക് എന്തുകൊണ്ടായി അയിനി വന്നത്? നമ്മുടെ വരുന്നത് അങ്ങനെ വരുള്ളൂ.
സൂ സൂവിന് ശേഷം വരുന്നത് റഫ് ചെയ്തിട്ടല്ലേ വരുന്നുള്ളൂ. അല്ല സോറി, സൂവിന് ശേഷം വരുന്ന റഫ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സോറി ജർ ജാ, ചെയ്ത്. ദീ, ദൂ, ജാത്ത് 4 എണ്ണവും ഇതെല്ലാം ഒരാളാണ് സംഭവം. ആ. ജാ എന്നാലും ദൂ എന്നാലും ദീ എന്ന് പറഞ്ഞാൽ അത് രണ്ടും ജാത്ത് എന്ന സ്ത്രീലിംഗവും ബാക്കി 3 സഹോദരന്മാരും എന്താണ്? സഹോദരന്മാരുമാണ്. ഇതെല്ലാം ഒന്നേ മനസ്സിലാക്കുക. എല്ലാം ഒറ്റ പദമാണ്. അതെ, അപ്പൊ ജർ ചെയ്തിട്ടല്ലേ വരുന്നുള്ളൂ. അതിന് ശേഷം വരുന്നതിന് കെസ്റ് കൊടുക്കണം. കെസ്റ് കൊടുക്കണം. അത് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ദുൽ മിനാറത്തൈനി എന്ന് വന്നത്. ദുൽ മിനാറത്തൈനി എന്ന് പറയാം. ദുൽ മിനാറത്താനി എന്നല്ല പറയുക, ദുൽ മിനാറത്തൈനി എന്നാണ് പറയുക. ഓക്കെ, മിനാറത്തൈനിയാണ്. പിന്നെ ജമീലുൻ എന്ന് പറയാൻ കാര്യം എന്താ? ഇതുകൊണ്ട് സ്ത്രീലിംഗം പറഞ്ഞില്ല, ജമീലത്തൈനി എന്ന് പറഞ്ഞില്ല. ദാലിക്കൽ മസ്ജിദാണ്. മസ്ജിദിന്റെ വിശേഷണമാണ് ജമീൽ. ഓക്കെ, അസാലിസ് അന ലാ ഉഹിബ്ബു ദാക الرجل فإنه ذو وجهين. അന ലാ ഉഹിബ്ബു ദാക الرجل, ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നില്ല. فإنه, കാരണം 2 മുഖമുള്ളതുകൊണ്ട് വജ്ഹൈൻ. ദ്വിമുഖനാണ്. പുറമെ ഒരു മുഖവും അകത്ത് വേറൊരു മുഖവും ഉണ്ട് അയാൾക്ക്. അപ്പൊ ഇഷ്ടപ്പെടാണോ ചെയ്യുന്നത്? പറഞ്ഞല്ലേ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അതൊക്കെ വായിച്ച് പഠിക്കേണ്ട സംഭവമാണ്. അതിലൊന്നും നിങ്ങൾക്ക് ഒരുപാട് എക്സസൈസ് തന്നിട്ട്. പിന്നെ കലിമാത്തുൽ ജദീദത്താണ് റജുലുൻ ദൂ വജ്ഹൈനി. ദൂ വജ്ഹൈനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് യഅതി കുല്ല ത്വായിഫത്തിൻ ബിമാ യുർദിഹ. കുല്ല ത്വായിഫത്തിൻ, എല്ലാ ആൾക്കാരുടെ സംഘത്തിന്റെ അടുക്കലും അയാൾ വരും. ബിമാ യുർദിഹ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അതായത് യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ. ഒരാളോട് ഒരു മുഖത്തിലും വേറൊരാളോട് വേറൊരു മുഖത്തിലുമായിരിക്കും വരിക. ഒരു സംഘത്തോട് ഈ കൂട്ടരോട് ഒരു മുഖത്തോടും വേറൊരു കൂട്ടത്തോട് വേറൊരു മുഖത്തോടും കൂടിയായിരിക്കും വരും. പുഷ്തുൻ എന്താണ്? കോമ്പ്. കോമ്പ്. അതിന്റെ ബഹുവചനമാണ് അംഷാത്തുൻ. ഹദ്ദത്തുൻ നമ്മൾ പഠിച്ചതാണ്. നമ്രുഖത്തുൻ. അതെ. പിന്നെ പില്ലോ. അതിന്റെ ബഹുവചനമാണ് മഹാദുൻ. സിർ 2 പ്രാവശ്യം പറഞ്ഞായിരുന്നു. പോക്കറ്റ്, സോറി, ബട്ടൺ. ബട്ടൺ. മിർആത്തുൻ, കണ്ണാടി. കണ്ണാടി. മിർആത്തുൻ. മർഅത്തുൻ. മർഅത്തുൻ എന്താ? മർഅത്തുൻ സ്ത്രീ. മിർആത്തുൻ മിറർ. നമ്മൾ പറഞ്ഞായിരുന്നു. അതിന്റെ ബഹുവചനം മറായ എന്ന്. ലിസുൻ അതിന്റെ ബഹുവചനം ലുസൂസുൻ. ജുനൈഹുൻ സാരിഖ് എന്ന് പറഞ്ഞാലും ലിസ് തന്നെയല്ലേ സാർ? സാരിഖ് എന്ന് പറഞ്ഞാൽ ലിസ് തന്നെയാണ്. ജുനൈഹിന്റെ ബഹുവചനം ജുനൈഹാത്ത് ആണ്. റിയാലിന്റെ ബഹുവചനം പോലെ റിയാലാത്ത് എന്നാണ്. റിയാലൂന എന്ന് പറയുന്നത് റിയാലാത്ത്. അതേപോലെ ജുനൈഹ് ജുനൈഹാത്ത്. മുഫീദ് യൂസ്ഫുൾ പറഞ്ഞു. സീറത്ത് എന്താണ്? സീറത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ചരിത്രമല്ല. സീറത്ത് എന്ന് പറഞ്ഞാൽ അസീറത്ത് നബവി എന്നാണ് അതിന്റെ ഉദ്ദേശം. അതാണ് ഞാൻ പറഞ്ഞത്. സീറത്ത് എന്ന് പറഞ്ഞാൽ ആ സീറത്ത് എന്ന് പറഞ്ഞില്ല, ആ സീറത്ത് അലിഫിനാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ ടെക്നിക്കൽ മീനിങ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സീറത്ത് എന്ന് പറഞ്ഞാൽ നബി ചരിത്രം എന്നാണ്. ചരിത്രത്തിന് താരീഖ് എന്നാണ് പറയുക. തഫ്സീർ എന്താ? തഫ്സീർ ഖുർആൻ വ്യാഖ്യാനം. അങ്ങനെ തന്നെ പറയണം അല്ലേ? പരിഭാഷയല്ല, ഖുർആൻ വ്യാഖ്യാനം. അത്തഫ്സീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തഫ്സീർ. ذبح يذبحوا ذبحا.
എന്താ ദബഹ? മുറിച്ചു എന്നാണോ? ദബഹ. ദബഹ. അറുത്തു. ആ, മുറിച്ചു അറുത്തു. അറുത്തു. ഷറഹ യഷറഹു ഷറഹൻ. ഷറഹ എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്തു, വിവരിച്ചു. ആ എക്സ്പ്ലെയിൻ ചെയ്തു. എസ്പെഷ്യലി ഹദീസ്. ഷറഹുൽ കലിമത്ത് എന്നും പറയും. കലിമത്ത് പദങ്ങൾ അതിനെയൊക്കെ വിശദീകരിക്കുന്നതിന് ഷറഹ് എന്ന് പറയും. അതേസമയം ഹദീസിന്റെ വ്യാഖ്യാനത്തിന് തഫ്സീർ എന്നല്ല പറയുന്നത്, മറിച്ച് ഷറഹുൽ ഹദീസ് എന്നാണ് പറയുന്നത്. നമ്മൾ 21ാമത്തെ പാഠത്തിലേക്ക് പോവാ. അൽ ഹാദിയ ഷർ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ലം ചേർന്നിട്ടുള്ള പ്രയോഗങ്ങളാണ്. ലം എന്താണെന്നാ പറഞ്ഞത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുറാനില്? ജസ്മ ചെയ്യും. ലമ്മിന് ശേഷമുള്ള ആ, ലം ജാസിമാണ്. ജസ്മ് ചെയ്യുന്ന അദാത്താണ്, ടൂളാണ്. അതിന്റെ അദാത്ത്. സഹോദരിമാരൊക്കെയാണ്? ലമ്മ. ആ. എന്താണ്? അയ്യോ, ലമ്മ. അയ്യോ, ലമ്മും ലമ്മായും. ഇൻ ലം ലമ്മ. ഇത് ഇൻ ലം ലമ്മ മൂന്നെണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ലാമുൽ അംർ നമുക്കറിയാം. ലിയഫ് അൽ. ലാ അന്നാഹി അറിയാം. ലാ തഫ്അൽ എന്നാ പറയാം. ഓക്കെ, ഇവിടെ ലമ്മും ലമ്മായുമാണ് ഈ പാഠത്തിൽ വരുന്നത്. പിന്നീട് ഇസ്മ ഫെയിലെ ഹർഫൊക്കെ നമ്മൾ 3ാമത്തെ 4ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. അതിനൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ പാഠത്തിൽ. പിന്നെ അംഹിൽഹും റുവൈദ എന്ന് പറഞ്ഞില്ലേ, അംഹിൽഹും, അതിന്റെ ഒരു പ്രയോഗം ഇവിടെ വരുന്നുണ്ട്. അതേപോലെ നെയ്തർ നോറിന്റെ ഒരു പ്രയോഗവും ഈ പാഠത്തിൽ വരുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. അബ്ദുല്ലാബ് ദർസുൽ ഹാദി വൽ ഇശ്റൂൻ. അബ്ദുല്ലാബ് കൈഫ ഹാലുക യാ ഉസ്താദുന യാ ഉസ്താദന. നിങ്ങൾ യാ ഉസ്താദന എന്ന് പറഞ്ഞത്? ഞങ്ങളുടെ ഉസ്താദേ. അത് എന്തുകൊണ്ട് ജാ പറഞ്ഞു? ജാന്നല്ലല്ലോ ഒറ്റപ്പദം പറഞ്ഞു. മുഫ്രദാണെങ്കിൽ എന്ത് ചെയ്യണം? യാ ഉസ്താദു എന്നേ പറയുള്ളൂ. ഉസ്താദിനെ വേറെ എന്തിലേക്കെങ്കിലും ഇളാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യണം? നെസ്ബ് കൊടുത്താ പറയാ. യാ അബ്ദല്ലാഹി എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഉസ്താദിനെ ഞായിലേക്ക് ഇളാഫ് ചെയ്തു, നഹ്നുവിലേക്ക് ഇളാഫ് ചെയ്തു. അതുകൊണ്ട് യാ ഉസ്താദന എന്നാ പറയുന്നത്. അൽ മുദരിസ് ബിഖൈർ അഹ്മദുല്ലാഹ വഅശ്കുറുഹു. അഹ്മദുല്ലാഹ വഅശ്കുറുഹു. അൽഹംദുലില്ലാഹി വശുക്രൻ ലില്ലാഹി എന്ന് പറയുന്നതിന് പകരമാണ് അഹ്മദുല്ലാഹ വഅശ്കുറുഹു. അപ്പൊ നമ്മൾ കൂടുതൽ പഠിക്കും തോറും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ടെൻസിലേക്ക് മാറ്റി പറയുന്നതാണ് നമുക്ക് പഠിക്കാൻ തന്നെ. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അതിനെന്തില്ല, ടെൻസ് ഒന്നുമില്ല. ജുംല മുബ്തദ ഖബറും പോലെയാണ്. അപ്പൊ അൽഹംദുലില്ലാ, അപ്പൊ എന്ത് ചെയ്യുന്നില്ല, അതിന് വേറെ ഘടനയൊന്നും പഠിക്കുന്നില്ല. അതേസമയം അഹ്മദുല്ലാഹ, അഹ്മദു ഞാൻ വാഴ്ത്തുന്നു, അല്ലാഹ ലഫ്ലുൽ ജലാലത്ത് നെസ്ബ് ചെയ്തുകൊണ്ട് മഫ്ഊൽ ബിഹി ആയതുകൊണ്ട്. വഅശ്കുറുഹു ഞാൻ അവനെ ശുക്രും ചെയ്യും. കാണിക്കുന്നു. അലമാ അറ ഹാറൂന. അലമാ അറ ഹാറൂന. ഐ ഡോണ്ട് സീ ഹാറൂൻ. കണ്ടില്ല എന്നല്ല, മാ അറ കാണുന്നില്ല, ഞാൻ കാണുന്നില്ല. അലം യഹ്ദുർ. Didn't he present? present. He is not present. Is he present? പ്രസന്റ് അല്ലേ, ഹാജരായില്ലേ. ലം യഹ്ദുർ. അപ്പൊ ലം വന്നുകൊണ്ട് എന്തായി? യഹ്ദുർ എന്നായി. ലം യഹ്ദുർ. ലം യഹ്ദുർ, അവൻ വന്നില്ലേ? അബ്ദുല്ലാബു നഅം ഇന്നഹു ലം യഹ്ദുർ. അപ്പൊ ലം യഹ്ദുർ എന്ന് നെഗറ്റീവായിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് പറയണം? വന്നില്ലെങ്കിൽ നഅം, വന്നില്ല. ഇന്നഹു ലം യഹ്ദുരിൽ യൗമ. ലം യഹ്ദുരിൽ യൗമ. ലം യഹ്ദുറിന്റെ റായ്ക്ക് സുക്കൂനുണ്ട്, അൽ യൗമിന്റെ ലായ്ക്ക് സുക്കൂനുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? രണ്ട് ലായങ്ങൾ ചേർത്തിട്ട് ക്രിയയെ സുക്കൂൻ മാറ്റുന്നത് കസ്ർ കൊണ്ടാണ്. ക്രിയയുടെ സുക്കൂൻ മാറ്റുന്നത് കസ്ർ കൊണ്ടാണ്.
لم يحضر اليوم. المدرس. وأين أصدقاؤه الثلاثة؟ وأين أصدقاؤه الثلاثة؟ where are his 3 friends? And أصدقاء صديقنا بهجنമാണ് أصدقاء. صديق أصدقاء. الثلاثة. أصدقاؤه الثلاثة. ആ 3 സുഹൃത്തുക്കളുടെ അബ്ദുല്ലാബ്. ഹും അയ്ളൻ ലം യഹ്ദുറു. നമ്മളെ വിഷയം യഹ്ദുർ എന്നപ്പോ റായിന് സുക്കൂൻ കൊടുത്തു, കാരണം ഏകവചനമാണ്. ഏകവചനമാകുമ്പോൾ സുക്കൂനോടെ പ്രകടമാകും. യഹ്ദുർ ലം യഹ്ദുറു എന്ന് പറഞ്ഞപ്പോ യഹ്ദുറു യഹ്ദുറൂന എന്നാണ്. അപ്പൊ എന്താണ് അത്? ആ ക്രിയക്ക് എന്ത് പേര് പറയും? ആ ക്രിയക്ക് എന്ത് പേര് പറയും? യഹ്ദുറൂന എന്ന് പറയുന്ന ക്രിയയിൽ എന്ത് പേര് പറയും? അത് അഫ്ആൽ ഖംസയിൽപ്പെട്ടതാണ്. ഈ നൗനയിൽപ്പെട്ട ക്രിയയാണ്. അഫ്ആൽ ഖംസയിൽപ്പെട്ട. അപ്പൊ അഫ്ആൽ ഖംസയിൽപ്പെട്ട ക്രിയയെല്ലാം വന്നാൽ എന്ത് സംഭവിക്കും? അതിന്റെ ജസ്മ ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് വരിക. ജസ്മ ചെയ്യുമ്പോഴും നസ്ബ് ചെയ്യുമ്പോഴും നൂന് കളഞ്ഞിട്ടാണ് നൂന് പോയിട്ടാണ് ജസ്മ ചെയ്തത്. അപ്പൊ ഹും അയ്ളൻ ലം യഹ്ദുറു, അവരും വന്നില്ല, പ്രസന്റ് അല്ല. അത് മുദ്ദരിസ്. അതഅരിഫൂന അയ്ന ദഹബു. നിങ്ങൾക്കറിയോ അവരോട്? ലം അയ്ന ദഹബു, എവിടെ പോയി എന്ന് നിങ്ങൾക്ക് അറിയുമോ? അഹദു തുല്ലാബി, സ്റ്റുഡൻസിൽ ഒരാൾ. അഹദു തുല്ലാബി, സ്റ്റുഡൻസിൽ ഒരാൾ. أظن أنهم ذهبوا إلى المطار لاستقبال رئيسهم الذي يأتي اليوم إلى المدينة المنورة لزيارة مسجد الرسول صلى الله عليه وسلم. أظن ده I think that أن that هم ذهبوا إلى المطار. അവരെവിടെ പോയി? മത്താർ എയർപോർട്ട്. മത്താർ മഴ. ത്വാഇറുൻ പക്ഷി. ലിസ്തിഖ്ബാലി റഈസിഹിം. ലിസ്തിഖ്ബാൽ, ലി ഇസ്തിഖ്ബാൽ എന്നാണ് ചേർത്ത് പറയുമ്പോൾ ഹംസത്തുൽ വസ്ലാണ്. ലിസ്തിഖ്ബാൽ, ഇസ്തിഖ്ബാലിന് വേണ്ടി. ഇസ്തിഖ്ബാൽ എന്താ? റിസപ്ഷൻ. എന്താണ് നമ്മൾ റിസപ്ഷൻ? നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ എവിടെയെങ്കിലും ഓഫീസിലൊക്കെ ചെന്നാൽ അവിടെ ഇസ്തിഖ്ബാൽ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ആ റിസപ്ഷൻ ആണ്. റിസപ്ഷൻ കൗണ്ടർ ഒക്കെ ഇല്ലേ? ആ റിസപ്ഷൻ കൗണ്ടർ ഇസ്തിഖ്ബാൽ എന്ന് എഴുതുക. അതേപോലെ റിസപ്ഷന് വേണ്ടിയുള്ള എല്ലാത്തിനും റിസപ്ഷൻ എന്ന് പറയും. അവരിവിടെ പോയിരിക്കുന്നത് ഇസ്തിഖ്ബാലി റഈസിഹിം, അവരുടെ റഈസിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. പ്രസിഡന്റിനെ സ്വീകരിക്കുന്നതിന്. റഈസ് ലീഡർ, ഇവിടെ പ്രസിഡന്റ് എന്നർത്ഥം. റഈസുൽ ഉസറ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർമാരുടെ നേതാവാരാ? പ്രധാനമന്ത്രി. റഈസുൽ ഉസറ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി. റഈസുൽ ബലദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭാഷയിലാണ് റഈസുൽ ബലദ് നാട്ടിലെ പ്രസിഡന്റ്. ഓരോ സ്ഥലത്തും അതിൻ്റെതായ ഇതനുസരിച്ച് ഭരണഘടനാ സ്ഥാനം ഉണ്ടല്ലോ, അതനുസരിച്ച്. ഇവിടെ റഈസിഹിം അവരുടെ പ്രസിഡന്റിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ യഅ്തിൽ യൗമ, ഇന്ന് വരുന്നു. ഇലൽ മദീനത്തിൽ മുനവ്വറത്തി, ഇവിടെ സിറ്റി അല്ല, അൽ മദീനത്തിൽ മുനവ്വറ. യഥാർത്ഥത്തില് അൽ മദീനത്തുർ റസൂലാണ്. മദീനത്തുർ റസൂൽ, റസൂലിന്റെ സിറ്റി എന്നാണ് പിന്നീട് എന്തായത്? അൽ മദീനത്തിൽ മുനവ്വറയായത്, പ്രകാശപൂരിതമായ സിറ്റിയായി മാറി. അൽ മദീനത്തുൽ മുനവ്വറത്തി ലി സിയാറത്തി മസ്ജിദിർ റസൂൽ. അപ്പൊ മദീനയിൽ പോകുന്ന എന്തിനാണ്? റസൂലിന്റെ മസ്ജിദ് സിയാറത്തിന് വേണ്ടിയാണ്. അതല്ലാതെ ഖബർ സിയാറത്തിന് വേണ്ടിയല്ല പോകുന്നത്. റസൂലിന്റെ ഖബർ സന്ദർശിക്കുന്നതിന് വേണ്ടിയല്ല പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഖബറും കാണാലോ. നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? അവിടെ നമസ്കരിക്കാന്ന് മാത്രം. അവിടെ
സിയാറത്ത് മസ്ജിദ്, അതായത് മസ്ജിദ് നബവിയും മസ്ജിദുൽ അഖ്സയും മസ്ജിദുൽ ഹറാമുമാണ് സിയാറത്ത് ചെയ്യേണ്ട പള്ളികൾ. പിന്നെ ഈ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യണമെന്നല്ല പ്രാർത്ഥിക്കും. അപ്പൊ വേറെ പള്ളികൾ പാടില്ലേ? വേറെ പള്ളിയിൽ സിയാറത്ത് ചെയ്യാൻ പാടില്ല, പുണ്യം ഉദ്ദേശിച്ച് സിയാറത്ത് ചെയ്യാൻ പാടില്ല. അത് ശരി. ലാ യുഷ്തദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസി മസാജിദ. 3 മസ്ജിദുകളിലേക്ക് അല്ലാതെ കെട്ടി പോകാൻ പാടില്ല. അപ്പൊ ഏതൊക്കെയാണ്? മസ്ജിദുൽ ഹറാം വ മസ്ജിദി ഹാദാ വ മസ്ജിദുൽ അഖ്സ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം, സെക്കൻഡ് മസ്ജിദ് നബവി. മസ്ജിദി ഹാദാ എന്ന് പറഞ്ഞാൽ മദീനത്ത് പള്ളിയിലാണെന്ന് പറയും മസ്ജിദി ഹാദാ. മസ്ജിദുൽ അഖ്സ. മസ്ജിദ് നബവി എന്ന് പറയാലോ. ഏത്? മസ്ജിദ് നബവി എന്ന് പറയാലോ അല്ലെ? മസ്ജിദ് നബവി എന്ന് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, മസ്ജിദി ഹാദാ, എന്റെ ഈ പള്ളി. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം എന്ന് ആദ്യം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു മസ്ജിദി ഹാദാ വ മസ്ജിദുൽ അഖ്സ. ഇതാണ് നിയ്യത്ത് ചെയ്ത് സിയാറത്ത് ചെയ്യാൻ വേണ്ടി. അല്ല നമ്മൾ ടൂർ പോകുമ്പോഴത്തേക്ക് അവസരം നമ്മൾ എന്താണ് ചരിത്രപരമായ എന്തെങ്കിലും സന്ദർശനം വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ പുണ്യം ഉദ്ദേശിച്ച് പോകുന്നത് ഈ 3 പള്ളികളാണ്. പിന്നെ അവിടെ ചെന്നാലാണ് റൗളയിൽ നമസ്കരിക്കൽ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയലും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയാൻ പോകുമ്പോഴത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സലാം പറയലും ഒക്കെ സുന്നത്തായിട്ടുള്ളത്. അൽ-മുദരിസ്. അപ്പൊ എന്താ പറഞ്ഞ, അതൊന്നും അന്നഹം ദഹബു, അവർ പോയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇതൽ മത്താരി എയർപോർട്ടിലേക്ക് ഇസ്തിഖ്ബാൽ റൈസിയും അവരുടെ പ്രസന്റിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ യൈത്തിൽ യോമായിരുന്നു വരുന്നതായ ഈലൽ മദീനത്തിൽ മുനവ്വറത്തി, മദീന മുനവ്വറയിലേക്ക് സിയാറത്തി മസ്ജിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അവിടെ വെക്കട്ടെ. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ലെമ്മൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചതാണ്. പിന്നെ ലെമ്മായും പഠിച്ചു. ലെമ്മായും വരുമ്പോൾ ജസ്മ് ചെയ്യും. ആ ഭാഗമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വായിക്കേണ്ടത്. അത് വായിച്ചു നോക്കുക. പിന്നെ വേറെ എന്താ ഉണ്ടെന്ന് പറഞ്ഞത്? പിന്നെ ലെമ്മായും, പിന്നെ മഹലൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. മഹലൻ സ്ലോലി അല്ലെങ്കിൽ അവധാനതയോടുകൂടി എന്ന പ്രയോഗമുണ്ട്. പിന്നെ മായും ലായും വരുന്ന നെയ്തർ നോർ എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കിട്ടുന്നതേ ഉള്ളൂ. ഇതിൽ ഏതാണ്ട് 5-10 പദങ്ങൾ, പുതിയ പദങ്ങളുണ്ട്. ഓക്കെ, ഒരു 4-5 പദങ്ങൾ ഉണ്ടാവും. 4 ഇസ്തിഖ്ബാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ മഹലൻ പറഞ്ഞു. പിന്നെ ഇസ്തരെ, അല്ലാത്തി, അങ്ങനെ കുറച്ച് പദങ്ങളേ ഉള്ളൂ പുതിയ പദങ്ങൾ. മമ്നു ഒക്കെ നമുക്ക് അറിയുന്ന പദങ്ങൾ. ഉദാഹരണം, ഫർക്ക്, വ്യത്യാസം. ഓക്കെ, വേറെന്തായാലും പറഞ്ഞോ. എന്താണ് ഹിസ്സത്ത്? എന്താണ് ഫിൽ ഹിസ്സത്തിൽ ഖാദിമത്തി അൽ ജദീദ ഫിൽ ഹിസ്സത്തിൽ ഖാദിമ. ഹിസ്സത്ത് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, പീരീഡ്. സോറി, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹിസ്സത്ത്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. കൂടുതൽ പഠിക്കുക, ചിന്തിക്കുക, വായിക്കുക, ഗ്രഹിക്കുക. നമ്മുടെ ബിയോണ്ട് ദ ബൗണ്ടറിയിലേക്ക് പോകണം. ബിയോണ്ട് ദ ബൗണ്ടറി, തിങ്ക് ബിയോണ്ട് ദ ബൗണ്ടറി. അതായത് നമ്മൾ ഇതിനകത്ത് തന്നെ നിൽക്കാതെ ഖുർആൻ, ഹദീസ് വായിക്കുക, ടെക്സ്റ്റുകൾ എടുത്ത് വായിക്കുക, ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിക്കുക. ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കുക എളുപ്പം. നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, നമ്മൾ അറബി ഫോക്കസ് ചെയ്ത് വായിക്കുക. സംശയമുള്ളത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ നോക്കുക, മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ട്രാൻസ്ലേഷൻ ഇല്ലാതെ അറിവ് തന്നെ വായിക്കാം.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذനില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ശനിയാഴ്ച ക്ലാസ്സിന് വരുന്നുണ്ടോ? ശനിയാഴ്ച ക്ലാസ്സിന് വരും. അങ്ങനെയാണെങ്കിൽ 6 ബുക്ക് കിട്ടിയ ഉപകാരമായി. ശനിയാഴ്ച ബുക്ക് കൊണ്ടുവരില്ല. ഇതുവരെ ആ സാധനം പുറത്തിറങ്ങിയിട്ടില്ല. നാളെ ഞാൻ ഫോളോ ചെയ്യും. നാളെ ആയിക്കോട്ടെ. നാളെ ഉച്ചയ്ക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് കളക്ട് ചെയ്തിട്ട് മറ്റന്നാൾ കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ ഞാൻ ശനിയാഴ്ച ഇതുവരെ ആയിക്കോട്ടെ. എത്തിയിട്ടില്ല. ശനിയാഴ്ച ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ശരി. അവരോട് പറഞ്ഞിരിക്കുന്ന അടുത്ത ശനിയാഴ്ച കൊടുക്കാം. സെപ്റ്റംബർ 15 വരെ അല്ലേ റിഡക്ഷൻ ഉള്ളൂ? സെപ്റ്റംബർ 15 വരെ ഇലക്ഷൻ ഉള്ളൂ. അത് കുഴപ്പമില്ല. അത് കോഴിക്കോട്ടുകാർക്ക് നമുക്ക് സ്പെഷ്യൽ പരിഗണന കൊടുക്കാം. അൽഹംദുലില്ലാ. ശരിയാണ്. ഓക്കെ. ശരി. നമ്മളെ പിടുത്തത്തിലില്ലാത്ത ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.